അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായതിൽ അമേരിക്ക കടുത്ത ഞെട്ടലിലാണ് എന്നാണ് ഞങ്ങളുടെ 24 ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് ആരംഭിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിൽ ന്യൂജേഴ്സിയിൽ ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുന്നുണ്ട്. സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സ്വതന്ത്ര അവലോകനം നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിട്ടു. ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ FBI അവരുടെ അന്വേഷണ ഏജൻസി ഇതിൽ അന്വേഷണം തുടരുകയാണ്. മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ എന്തെങ്കിലുമൊക്കെ അതായത് ഈ കുറ്റവാളി വെടിയേറ്റ് കൊല്ലപ്പെട്ടല്ലോ, അയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചോ? ഗുഡ് മോർണിംഗ് എസ്കെൻ. ഈ കൊലയാളിയെ പറ്റിയുള്ള അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. പക്ഷേ ഈ കൊലയാളിയെ ഈ വെടി ഉതിർക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് ഈ FBI അല്ലെങ്കിൽ മറ്റ് സീക്രട്ട് ഏജൻസിനെയൊക്കെ സഹായിക്കുന്ന പ്രാദേശിക ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടിരുന്നു. ഒരു ഏണി വഴി മോളിൽ ഇതാരാണെന്ന് എത്തുമ്പോഴത്തേക്കാണ് ഈ വെടി ഉതിർത്തത്. എസ്കെൻ, ഈ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന വധശ്രമവും അദ്ദേഹത്തിന്റെ ഈ സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതും ഒക്കെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു കറുത്ത അധ്യായമായിട്ട് തന്നെ തുടരും. US സീക്രട്ട് സർവീസ് ഏജൻസിന് ഇത് സംബന്ധിച്ച് US കോൺഗ്രസിലും അതുപോലെ ഹോംലാൻഡ് സെക്യൂരിറ്റി തുടങ്ങി പലരുടെയും മുമ്പിൽ വിശദീകരണം നൽകേണ്ടി വരും. ഈ കൊലയാളി തോമസ് മാത്യു ക്രൂക്സ് ട്രംപിന് നേരെ വെടിയുതിർക്കാനായി ഈ കയറിയ കെട്ടിടം സുരക്ഷാ വലയത്തിന് പുറത്തായത് എങ്ങനെയാണെന്നായിരിക്കും പ്രധാന ചോദ്യം. കാരണം ഈ ട്രംപിന്റെ വേദിയിൽ നിന്ന് വെറും 430 അടി മാത്രം അകലമുള്ള ഒരു കെട്ടിടമായിരുന്നു ഇത്. ഇന്ന് പുലർച്ചെ ന്യൂജേഴ്സിയിൽ ഡൊണാൾഡ് ട്രംപ് എത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷം വിസ്കോൺസിലെ മിൽവോക്കിൽ നടക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിൽ പങ്കെടുക്കാനായി പോയിരിക്കുക. അവിടെ എത്തിക്കഴിഞ്ഞു. ഈ കൺവെൻഷനിൽ വെച്ചായിരിക്കും ഡൊണാൾഡ് ട്രംപ് പാർട്ടിയുടെ ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി റിപ്പബ്ലിക്കൻ പാർട്ടി പ്രഖ്യാപിക്കുക. 2 ദിവസത്തിന് ശേഷം ഈ കൺവെൻഷന് പോയാൽ മതിയെന്നായിരുന്നു ആദ്യം ട്രംപ് തീരുമാനിച്ചതെങ്കിലും ഒരു കൊലയാളിക്ക് തന്റെ സ്കെഡ്യൂൾ മാറ്റാൻ ഒരു കാരണവശാലും അവസരം നൽകരുത്, അതുകൊണ്ടാണ് ഇന്ന് തന്നെ പോകുന്നതെന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപ് തന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ഇന്നലത്തെ ആ റാലിയിലായിരുന്നു പ്രഖ്യാപിക്കാനിരുന്നത്. അതുകൊണ്ട് ഈ കൺവെൻഷനിൽ വെച്ചായിരിക്കും ഡൊണാൾഡ് ട്രംപ് തന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരാണെന്ന് അമേരിക്കൻ ജനതയോട് പറയുക. അതേസമയം ഈ ഡൊണാൾഡ് ട്രംപിന്റെ പെൻസിൽവേനിയ തെരഞ്ഞെടുപ്പ് റാലിയിൽ നടന്ന സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഒരു സ്വതന്ത്ര അവലോകനം കൂടി നടത്തുവാൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിട്ടു. ഈ റിപ്പോർട്ട് ലഭിച്ചാൽ അത് അമേരിക്കൻ ജനതയുമായി പങ്കുവെക്കുമെന്നും ബൈഡൻ പറഞ്ഞു. അല്പസമയം മുമ്പ് ഓവൽ ഓഫീസിലിരുന്ന് അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ ബൈഡൻ പറയുന്നത് പൊളിറ്റിക്കൽ ടെമ്പറേച്ചറൊക്കെ ഒന്ന് കുറച്ച് അല്പം തണുക്കുവാനാണ് അമേരിക്കൻ ജനതയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ട്രംപിന് നേരെ നടന്ന വധശ്രമത്തെക്കുറിച്ച് FBI അന്വേഷണം ആരംഭിച്ചു. ഒരു ആഭ്യന്തര തീവ്രവാദ ശ്രമമായിട്ടായിരിക്കും ഇത് കണക്കാക്കുക. അതേസമയം ഒരു ഗൂഢാലോചന ഇതിൽ ഉണ്ടെന്ന് ഇപ്പോൾ കാണുന്നില്ലെന്നാണ് FBI പറയുന്നത്. SKN 100 ഏക്കറിൽ പരന്നു കിടക്കുന്ന ബട്ട്ലർ ഫാം ഷോ ഗ്രൗണ്ട്സിലെ തന്റെ തെരഞ്ഞെടുപ്പ് വേദിയിൽ നിന്ന് സീക്രട്ട് ഏജൻസിന്റെ വലയത്തിൽ ഡൊണാൾഡ് ട്രംപ് രക്തമൊഴുകുന്ന മുഖവുമായി അമേരിക്കയുടെ ദേശീയ പതാകയുടെ ഒരു പശ്ചാത്തലത്തിൽ മുഷ്ടിയൊക്കെ ചുരുട്ടി അനുയായികൾക്ക് അഭിവാദ്യം അർപ്പിച്ചു പോകുന്ന ഒരു രംഗമുണ്ട്. ആ ചിത്രമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞു നിൽക്കുവാൻ പോകുന്നത്. മധു, ഒരു കാര്യം കൂടി, അതായത് ഇദ്ദേഹത്തിന് ഏറ്റ പരിക്കിനെ കുറിച്ച് എന്താണ് അവസ്ഥ? അദ്ദേഹത്തിന്റെ ചികിത്സ പൂർണ്ണമായതിനു ശേഷമാണോ ഇന്ന് ന്യൂജേഴ്സിയിൽ നടക്കുന്ന കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുക്കുക? ഡൊണാൾഡ് ട്രംപിനോട് ഒപ്പം മകൾ ഇവാൻക ട്രംപാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ ഈ ഒരു കാര്യങ്ങൾ ഒന്നും ഇവർക്ക് അറിയാമെങ്കിലും ഇവര് മാധ്യമങ്ങളോടൊന്നും വിശദീകരിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പറയുമെന്ന് മാത്രമാണ് ഈ റിപ്പബ്ലിക്കൻ കൺവെൻഷനിൽ വെച്ചായിരിക്കും ഡൊണാൾഡ് ട്രംപ് ആദ്യമായിട്ട് ഈ പറയുന്ന വെളിപ്പെടുത്താൻ പോകുന്നത്. അദ്ദേഹം സുരക്ഷിതനായിരുന്നു എന്ന് മാത്രമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം, മരണത്തിൻ്റെ മുനമ്പിലും അസാമാന്യമായ ധൈര്യം കാണിച്ച ഡൊണാൾഡ് ട്രംപ് ഒരു വീരപുരുഷൻ്റെ കുപ്പായം അണിയുന്ന തിരക്കിലായിരിക്കും ഇനി തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും വളരെ അത്ഭുതകരമായ അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ളത് മറ്റൊരു സന്തോഷകരമായ കാര്യം. വളരെ കടുത്ത സുരക്ഷ ഉറപ്പുവരുത്തുന്ന അമേരിക്കയിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന കാര്യം പിന്നെയും ബാക്കിയാകുന്നു.